നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ ഡയമണ്ട് ജൂബിലി സ്പെഷ്യൽ എഡിഷന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മൾ കേരള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇത് ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പൊ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങളിലെ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനമാക്കണം തിരുവനന്തപുരത്തെ എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അപ്പൊ ഈ ഒറ്റ ഒരു പോയിന്റിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തെയാണ്. കേരളത്തിന്റെ തലസ്ഥാനമാക്കണം എന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. 1956 തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമായപ്പോൾ അതേ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യമുയർന്ന നഗരങ്ങളാണ് എറണാകുളവും തൃശ്ശൂരും. അപ്പൊ 1956 തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമായപ്പോൾ അതേ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യമുയർന്ന നഗരങ്ങളാണ് എറണാകുളവും തൃശ്ശൂരും. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് 15,005 ചതുരശ്ര മൈൽ. അപ്പൊ ചതുരശ്ര മൈലിൽ പറയുമ്പോൾ 15,005, ചതുരശ്ര കിലോമീറ്ററിൽ പറയുമ്പോൾ 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ 1.18% കേരളത്തിന്റെ വിസ്തീർണം എന്നും ഓർക്കുക. അപ്പോൾ കേരളം സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വരെയും രേഖാംശം കിഴക്ക് 74 ഡിഗ്രി 51 മിനിറ്റ് 57 സെക്കൻഡ് മുതൽ 77 ഡിഗ്രി 24 മിനിറ്റ് 47 സെക്കൻഡ് വരെയുമാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. അപ്പൊ 8 ഡിഗ്രി വടക്ക് മുതൽ 12 ഡിഗ്രി വടക്ക് വരെ അക്ഷാംശവും 74 ഡിഗ്രി കിഴക്ക് മുതൽ 77 ഡിഗ്രി കിഴക്ക് വരെയാണ് രേഖാംശവും. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു പുതിയ ബാച്ച് കോഴ്സ് ജൂലൈ 28 സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ സിലബസ് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തറവാക്കി തരുന്ന ഒരു ബാച്ച് കോഴ്സാണ് ദൗത്യം. അപ്പോൾ ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ LDC മെയിൻസ് പഠനത്തിന് മാറ്റേകാൻ വേണ്ടി ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സാണ് ജേതാവ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്ന എല്ലാ കോഴ്സുകളും, അൺഅക്കാഡമി തുടങ്ങിയ കാലം തൊട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21ാമത്തെ സ്ഥാനമാണ്. 21. കേരളത്തിന്റെ പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് കിഴക്ക് കർണാടകവും കിഴക്ക് തെക്ക് തമിഴ്നാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. പുതുച്ചേരിയിലെ മാഹി ജില്ലയ്ക്കാണ് കേരളവുമായി അതിർത്തിയുള്ളത്. അപ്പം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുതുച്ചേരിയാണ്. പുതുച്ചേരിയിലെ മാഹി ജില്ലയ്ക്കാണ് കേരളവുമായി അതിരുള്ളത്. മാഹി എന്ന പേരിൽ ദ്വീപുള്ള രാജ്യം ഏതാണ്? സെയ്ഷൽസ് ആണ്. സെയ്ഷൽസ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഇന്ത്യൻ ലാബർണം എന്ന ആംഗല നാമമുള്ള ഇതിന്റെ സസ്യശാസ്ത്ര നാമം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കാസിയ ഫിസ്റ്റുല എന്നതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം. കോക്കോസ് ന്യൂസിഫെറ എന്ന സസ്യശാസ്ത്ര നാമമുള്ള തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. അരക്കേസിയെ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് തെങ്ങ്. അരക്കേസിയെ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വിഖ്യാത സസ്യ വിജ്ഞാന കോശത്തിൽ ആദ്യം പരാമർശിക്കുന്നത് തെങ്ങിനെ കുറിച്ചാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെങ്ങിൽ നിന്നാണ് കേരള സംസ്ഥാനത്തിന്റെ പേര്
നിഷ്പന്നമായത് എന്നൊരു നിഗമനവും ഉണ്ട്. കേരം തിങ്ങുന്ന നാട്. ഓക്കെ, തെങ്ങ് ദേശീയ വൃക്ഷമായ രാജ്യം ഏതാണ്? മാലിദ്വീപ്. മാലിദ്വീപിന്റെ ദേശീയ വൃക്ഷം കൂടിയാണ് തെങ്ങ്. അപ്പൊ തെങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രാ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. അടുത്തത്, കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലാണ്. ജന്തുശാസ്ത്ര നാമം ബ്യൂസറസ് ബൈക്കോർണിസ് എന്നാണ് വേഴാമ്പലിന്റെ ജന്തുശാസ്ത്ര നാമം. വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ മറ്റൊരു സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അപ്പൊ കേരളത്തിന്റെയും അരുണാചൽ പ്രദേശിന്റെയും സംസ്ഥാന പക്ഷി വേഴാമ്പലാണെന്ന് ഓർക്കുക. ആന എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ്. എലിഫന്റിയുടെ കുടുംബത്തിൽ പ്രൊബോസിഡിയ എന്ന ഓർഡറിലാണ് ആനയുടെ ജന്തുശാസ്ത്രപരമായ സ്ഥാനം. കർണാടകം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക മൃഗം ആനയാണ്. കർണാടകത്തിന്റെയും ജാർഖണ്ഡിന്റെയും ഔദ്യോഗിക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗവും ആനയാണ്. ഐവറി കോസ്റ്റിന്റെ ദേശീയ മൃഗം ആഫ്രിക്കൻ ആനയാണെന്ന് ഓർക്കുക. അപ്പൊ ആനയായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ജാർഖണ്ഡിന്റെയും ഔദ്യോഗിക മൃഗമാണ് ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ഐവറി കോസ്റ്റിന്റെ ദേശീയ മൃഗം ആഫ്രിക്കൻ ആനയാണ്. ആനയുടെ ജന്തുശാസ്ത്ര നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. സംസ്ഥാന മത്സ്യമായ കരിമീൻ, കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായ കരിമീൻ പേൾ സ്പോട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. ജന്തുശാസ്ത്ര നാമം എട്രോപ്ലസ് സുരാൻഡൻസിസ്. എട്രോപ്ലസ് സുരാൻഡൻസിസ്. ഓക്കെ, കരിമീൻ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്കയിലും കാണപ്പെടുന്നു. കരിമീൻ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്കയിലും കാണപ്പെടുന്നു. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് 2018 2018 കൃഷിമന്ത്രിയായ VS സുനിൽകുമാർ ആണ് ഇത് സംബന്ധമായ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത് 2018. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക ശരാശരി മഴ 3107 മില്ലിമീറ്റർ ആണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ 120 മില്ലിമീറ്റർ മാത്രമാണ്. ഇന്ത്യയുടെ വാർഷിക ശരാശരി മഴ 1197 മില്ലിമീറ്റർ ആണ്. അപ്പം കേരളത്തിൽ അത് സംബന്ധിച്ച് കൂടുതലാണ്. പ്രതിവർഷം ശരാശരി 120-140 മഴ ദിവസങ്ങൾ കേരളത്തിന് ലഭിക്കുന്നു. 120-140. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം. ഓക്കെ, കേരളത്തിലെ കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. ട്രോപ്പിക്കൽ കാലാവസ്ഥ. മൺസൂൺ കാറ്റുകൾ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. മൺസൂൺ കാറ്റുകൾ. കേരളത്തിലെ വാർഷിക ശരാശരി താപനില 25 മുതൽ 77.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പരമാവധി ഉയർന്ന ദൈനംദിന താപനില 36.7 ഡിഗ്രി സെൽഷ്യസ് ആണ് കേരളത്തില്. പരമാവധി താഴ്ന്ന ദൈനംദിന താപനില 19.8 ഡിഗ്രി സെൽഷ്യസും ആണ്. കേരളത്തില് 34 കായലുകളുണ്ട്, 44 നദികളുണ്ട്. ഇവയില് 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത് എന്ന് ഓർക്കുക. വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിലെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 പ്രകൃതി വിഭാഗങ്ങളുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഭൂരൂപത്തെ മൊത്തത്തില് മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശം എന്ന് തരംതിരിച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും 250 അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും 250 അടിയിൽ കൂടുതലുള്ള പ്രദേശത്തെയാണ് മലനാട് എന്ന് പറയുന്നത്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടിന്. ഓക്കെ, അപ്പൊ മലനാടിന് 18,653 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. ഒന്നുകൂടെ പറയാം, കേരളത്തിന്റെ ഭൂരൂപത്തെ അല്ലെങ്കിൽ ഭൂപ്രകൃതിയെ 3 ആയിട്ട് തരംതിരിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 250 അടിയിൽ കൂടുതൽ ഉയരമുള്ളത് മലനാടാണ്. കേരളത്തിന്റെ 48% മലനാടാണ്. മലനാടിന് 18,653 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഉണ്ട്. തെക്കേ ഇന്ത്യയിലെ പ്രമുഖ പർവ്വതനിരയായ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗമാണ് കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായി കാണപ്പെടുന്ന സഹ്യാദ്രി. ഇതൊന്ന് ഓർക്കുക, കേരളത്തിന്റെ കിഴക്ക് ഭാഗം സഹ്യാദ്രി അല്ലെങ്കിൽ സഹ്യപർവ്വതമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. 2,695 മീറ്റർ അഥവാ
8842 അടി, 8742 അടി. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണെന്ന് ഓർക്കുക. പെരിയാറിന്റെ ബേസിനിലെ ഏറ്റവും ഉയർന്ന ഭാഗമായ ആനമുടി ഇന്ത്യയിലെ ഹിമാലയത്തിന് തെക്കു ഭാഗത്തുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഭാഗം കൂടിയാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിച്ചിരിക്കുന്നത് ആനമുടിക്ക് സമീപമാണ്. ഇന്ന് ലോകത്ത് വരയാടുകളുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? ഇരവികുളത്താണ്. വരയാടുകളുടെ ശാസ്ത്രനാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നതാണ്. നീലഗിരി മാർട്ടൻ നീർനായ, അതിനെയാണ് നീലഗിരി മാർട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ന ജീവിയെയും ഇരവികുളത്ത് കാണാൻ സാധിക്കുന്നു. യുനെസ്കോ തയ്യാറാക്കിയ ലോകത്തിലെ 20 ബയോസ് ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ പശ്ചിമഘട്ടവും ഉൾപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിലെ ആൽപ്സുമായി താരതമ്യപ്പെടുത്താവുന്ന തരത്തിലാണ് പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യം. അത്രത്തോളം പ്രാധാന്യമാണ് പശ്ചിമഘട്ടത്തിന്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കടൽ തീരത്ത് നിന്നും 12 കിലോമീറ്റർ കിഴക്കായി കാണുന്ന ഗിരിനിരകൾ കോഴിക്കോടിന് കിഴക്കുള്ള വാവൽ മല വരെയും തീരത്തിന് സമാന്തരമായി തുടരുന്നു. തുടർന്ന് കിഴക്കോട്ട് തിരിയുന്ന മലനിരകൾ പിന്നീട് കുറച്ച് വടക്കോട്ട് തിരിഞ്ഞ ശേഷം തെക്കോട്ട് നീളുന്നു. ഇത് അവസാനിക്കുന്നത് പാലക്കാട് പാതയ്ക്ക് വടക്കുള്ള വടമലയിലാണ്. പാലക്കാട് പാതയ്ക്ക് തെക്കുള്ള തെന്മലയും വടമല പോലെ ചെങ്കുത്താണ്. ആനമല പ്രദേശത്താണ് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള മലനിരകൾ ഏറ്റവും ഉയരത്തിൽ എത്തുന്നത്. ആനമലയ്ക്ക് തെക്കുള്ള ഹൈറേഞ്ച് മേഖലയിൽ 2000 മീറ്ററിലേറെ ഉയരമുള്ള 14 കൊടുമുടികൾ ഉണ്ട്. പാലക്കാട് ചുരത്തിന്റെ കിഴക്കുഭാഗം മുതൽ തിരുവനന്തപുരത്തിന്റെ തെക്കു വരെ തെക്കൻ സഹ്യാദ്രി നീണ്ടുകിടക്കുന്നു. പാലക്കാട് ചുരത്തിന്റെ കിഴക്കുഭാഗം മുതൽ തിരുവനന്തപുരത്തിന്റെ തെക്ക് വരെ തെക്കൻ സഹ്യാദ്രി നീണ്ടുകിടക്കുന്നു. ഈ മലനിരയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നെല്ലിയാമ്പതി പീഠതലവും മധ്യഭാഗത്ത് പെരിയാർ പീഠഭൂമിയും തെക്ക് അഗസ്ത്യ മലനിരയുമാണ് കാണപ്പെടുന്നത്. അഗസ്ത്യ മലനിരയുടെ ഏറ്റവും ഉയരം 1869 മീറ്റർ ആണ്. അപ്പൊ അഗസ്ത്യ മലയുടെ ഏറ്റവും കൂടിയ ഉയരം എന്ന് പറയുന്നത് 1869 മീറ്റർ ആണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കാണപ്പെടുന്നത്. തെക്കോട്ട് പോകുന്തോറും മലകളുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഏതാണ്ട് 30 കിലോമീറ്റർ വീതിയിൽ കിഴക്കു പടിഞ്ഞാറായി 80 കിലോമീറ്ററിലേറെ കിടക്കുന്ന പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിന് കുറുകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലമ്പാത. വടക്ക് കിഴക്കൻ കാലവർഷവും വേനൽക്കാലത്ത് കോയമ്പത്തൂർ പ്രദേശത്ത് നിന്നുള്ള ഉഷ്ണക്കാറ്റും ഈ വിടവിലൂടെ കേരളത്തിൽ എത്തുന്നു. ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പണ്ടുകാലം തൊട്ടേ കേരളവും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ്. പെരിയാർ പീഠത്തിന് തെക്ക് പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരമാണ് പശ്ചിമഘട്ടത്തിന് കുറുകെയുള്ള മറ്റൊരു പ്രധാന മലമ്പാത. അപ്പൊ ഇവിടെ PSC ചോദിക്കാറുള്ള ചോദ്യം, ആര്യങ്കാവ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാട് ആര്യങ്കാവ് ചുരങ്ങൾ റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നു. പ്രാചീന കാലം മുതൽക്കേയുള്ള സുപ്രധാനമായ വാണിജ്യ മാർഗമായ മൂന്നാർ ബോഡി നായ്ക്കന്നൂർ പാത, കുമളി കമ്പം പാത എന്നിവ കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റു പാതകളിൽ ചിലതാണ്. ഇനി പേരമ്പാടി ചുരം എന്ന് പറയുന്നത് കേരളത്തെ കർണാടകത്തിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് പേരമ്പാടി ചുരം. കോഴിക്കോടിനെയും വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരമാണ്. ഇത് കോഴിക്കോട് ജില്ലയിലാണ് കാണപ്പെടുന്നത്. വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്നു. പെരിയ ചുരം കേരളത്തെ മൈസൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. പെരിയ ചുരം കേരളത്തെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. കർക്കൂർ ചുരം നീലഗിരി ജില്ലയെ കേരളവുമായി യോജിപ്പിക്കുന്നു. കർക്കൂർ ചുരം നീലഗിരി ജില്ലയെ കേരളവുമായി യോജിപ്പിക്കുന്നു. ഇനി ഇതെവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചുരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേരമ്പാടി കണ്ണൂരിനെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പെരിയ ചുരം മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. പെരിയ ചുരം മാനന്തവാടിയെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പാൽ ചുരം വയനാടിനെ കണ്ണൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു.
പേരമ്പാടി കണ്ണൂരിനെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കണ്ണൂരിനെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി നിലമ്പൂരിനെ ഗൂഡല്ലൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. പാലക്കാട് ചുരം. കർക്കൂർ ചുരം ഒന്ന് ഓർത്തിരിക്കുക, കേരളത്തെ നീലഗിരി ജില്ലയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ബോഡി നായ്ക്കന്നൂർ ഇടുക്കിയെ മധുരയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ബോഡി നായ്ക്കന്നൂർ ഇടുക്കിയെ മധുരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കമ്പം ചുരം തൊടുപുഴയെ തേനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് ചുരം പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ഓടിച്ചു നോക്കാവുന്ന ചുരങ്ങൾ. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും നോക്കാം. മങ്കയം വെള്ളച്ചാട്ടം തിരുവനന്തപുരം ജില്ലയിലാണ്. കാളക്കയം വെള്ളച്ചാട്ടവും തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മീൻമുട്ടി തിരുവനന്തപുരം ജില്ലയിലാണ്. വാഴ്വാന്തോൾ തിരുവനന്തപുരം, കൊമ്പൈക്കാണി തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന 5 വെള്ളച്ചാട്ടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മങ്കയം, കാളക്കയം, മീൻമുട്ടി, വാഴ്വാന്തോൾ, കൊമ്പൈക്കാണി. കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം. പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട. അരുവിക്കുഴി വാട്ടർഫോൾസ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്. ചീയപ്പാറ, തൊമ്മൻകുത്ത്, കീഴാർകുത്ത്, തേന്മാരിക്കുത്ത്, തൂവാനം, വാളറ, ലക്കം, ചിന്നക്കനാൽ, പെരിയ കനാൽ, ആറ്റുകാട്, അഞ്ചുരുളി, ന്യായങ്കാട്, വളഞ്ചങ്കാനം. അപ്പൊ ഇത്രയും വെള്ളച്ചാട്ടങ്ങൾ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇടുക്കിയിൽ. ഓക്കെ. മൂലംകുഴി എറണാകുളം ജില്ലയിലാണ്. അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ. ഈ 4 വെള്ളച്ചാട്ടങ്ങൾ തൃശൂർ ജില്ലയിലാണ്. ഏതൊക്കെയാണ്? ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, ഇലഞ്ഞിപ്പാറ. ആഢ്യൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധോണി വെള്ളച്ചാട്ടം, സീതാർകുണ്ട് വെള്ളച്ചാട്ടം, പാത്രക്കടവ്, മീൻവല്ലം. ധോണി, സീതാർകുണ്ട്, പാത്രക്കടവ്, മീൻവല്ലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ്. കാന്തൻപാറ, സൂചിപ്പാറ, ചെതലയം, മീൻമുട്ടി വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അളകാപുരി കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മീൻമുട്ടി വയനാട് ജില്ലയിലും ഒരു മീൻമുട്ടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലും മീൻമുട്ടിയുണ്ട്. അപ്പൊ 2 മീൻമുട്ടിയുണ്ട്. തിരുവനന്തപുരത്ത് ഒരെണ്ണം, വയനാട് ഒരെണ്ണം. ഇത്രയാണ് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ. ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ 8th ജൂലൈ സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു 100 days ബാച്ച് കോഴ്സ് ആണ് ദിശ. കൂടാതെ LGS മെയിൻസിന് വേണ്ടി 75 days ബാച്ച് കോഴ്സ് ജേതാവ് ജൂലൈ 15നും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ 9% എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ.